രമണിയുടെ മോള് ഗൾഫിൽ നിന്ന് വന്നു. പക്ഷെങ്കിൽ ഈ കൊച്ചുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഈ കൊച്ചിന്റെ മുഖം ഒരു പ്രസന്നതയില്ല, അങ്ങോട്ട് ഒരു വൈക്ലഭ്യം മോന്തൊക്കെ എന്തുപോലെ അറിയത്തില്ല. പക്ഷെ ഇതൊന്നും ആരോട് ചോദിക്കും ഒരു മനുഷ്യരോട് പറയത്തില്ല. ഞാനപ്പോ ഓർത്തു ഇതിനോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ഓർത്ത് ഇത് തോട്ടി പോകുന്ന കണ്ടോണ്ട് ഞാനും ഇതിന്റെ പുറകെ വിട്ടടിച്ചു തോട്ടി. കുറെ തുണിയൊക്കെ ആയിട്ട് അലക്കിയത് അലക്കാത്ത എല്ലാം കൂടി എടുത്തോട്ട് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറി ചോദിച്ചു, എന്ത് പാടി കൊച്ചെ നിന്റെ മോന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പ്രസരിപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പം കൊച്ചു പറയുമ്പോ എന്റെ ചേച്ചി ഒന്ന് പറയണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ഈ വീട്ടുകാർ കേൾക്കത്തില്ല, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്നെ കിട്ടിക്കാൻ ഇവർക്ക് അങ്ങ് ധൃതിയാണ്. ഞാൻ പറഞ്ഞു എന്റെ മോനെ നീ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കണം, പിന്നെ പിള്ളേരുണ്ടായ പിള്ളേരെ നോക്കണം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകുന്നത്? ഞാൻ അങ്ങനെ നല്ല മോട്ടിവേഷൻ അങ്ങ് കൊടുത്തു കൊച്ചിന്. എന്തിനാ രാവിലെ കെട്ടിപ്പറക്കി ആ പേട്ടിറക്കണം രമണി കൂടെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അതിന് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത ആ കൊച്ചിന് നല്ല കാര്യം പറഞ്ഞു കൊടുത്തതിന് കൊച്ചിനെ എന്തോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്തിരിപ്പിച്ചേക്കുന്നു. ഇതൊന്നുമല്ല. ആ പേട്ടിറക്കി ഈ പെങ്കൊച്ചു കല്യാണം കഴിച്ചിട്ട് ആ വട്ടിയിറക്കി കല്യാണം കഴിക്കും. അതിന്റെ ഷോക്കേണ്ട ഇത് അല്ലാതൊന്നുമല്ല. ഈ കൊച്ചിനെ കെട്ടിക്കണം പിന്നെ നിർബന്ധം എന്തുവാ?